ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററായ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി ബൈ റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ടിൻ്റെ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറയുന്ന സ്റ്റോറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ആ സ്റ്റോറിയുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇൻട്രഡക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഹാവ് യു എവർ സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ഗ്രാൻഡ് പേരൻസ്? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനോടൊപ്പം സമയം ചിലവഴിച്ചിട്ടുണ്ടോ? വാട്ട് ഈസ് ഓർ വാസ് യുവർ ഫേവറേറ്റ് ആക്ടിവിറ്റി വിത്ത് ദം? അവരോടൊപ്പമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടിവിറ്റി എന്താണ്? ലെറ്റ്സ് ജോയിൻ എ ഗ്രാൻഡ് സൺ ആൻഡ് ഗ്രാൻഡ് മദർ ഓൺ ദെയർ ജേർണി ആൻഡ് എക്സ്പ്ലോർ ദ ബ്യൂട്ടി ഓഫ് ലാൻഡ്സ്കേപ്പ് ആൻഡ് ദ വാംത്ത് ഓഫ് ദെയർ റിലേഷൻഷിപ്പ്. നമ്മൾ ഈ സ്റ്റോറിയിൽ പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് എ ജേർണി ഓഫ് എ ഗ്രാൻഡ് സൺ ആൻഡ് എ ഗ്രാൻഡ് മദർ. ഒരു മുത്തശ്ശിയും കൊച്ചുമകനും തമ്മിലുള്ള ഒരു ജേർണിയാണ്. ആൻഡ് ഇൻ ദാറ്റ് സ്റ്റോറി, ഈ സ്റ്റോറിയിൽ വി എക്സ്പ്ലോർ ദ ബ്യൂട്ടി ഓഫ് ലാൻഡ്സ്കേപ്പ്. അവർ യാത്ര പോകുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗി, അതുപോലെ തന്നെ ദ വാംത്ത് ഓഫ് ദെയർ റിലേഷൻഷിപ്പ്, അവരുടെ ഇടയിലുള്ള ആ ഒരു അഫെക്ഷൻ, സ്നേഹം, അതൊക്കെയാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. ഇനി സ്റ്റോറിയിലേക്ക് കടക്കാം. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. ഗ്രാനിയോടൊപ്പം ഒരു ദീർഘദൂര നടത്തം. റസ്കിൻ ബോണ്ട് എഴുതിയ സ്റ്റോറിയാണിത്. ഗ്രാനി കുഡ് ഹിയർ ദ ഡിസ്റ്റന്റ് റോർ ഓഫ് ദ റിവർ ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ് ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹർ ഗ്രാൻഡ് സൺ മണി. ഷീ കുഡ് നോട്ട് സീ the river or the trees. She could only make out Mani's fuzzy hair and sometimes his blackberry eyes and the gleam of his teeth when he smiled. Granny could hear the distant roar of the river and smell the pine needles. Roar means a deep sound. Granny could hear എ ഡീപ്പ് സൗണ്ട് ഓഫ് ദ റിവർ. അകലെയുള്ള ഒരു പുഴയുടെ വലിയ ശബ്ദം ഗ്രാനിക്ക് കേൾക്കാം. അതുപോലെ തന്നെ ഷീ ക്യാൻ സ്മെൽ, അവർക്ക് മണം അനുഭവപ്പെടുന്നു. പൈൻ നീഡിൽസിൻ്റെ മണം. പൈൻ നീഡിൽസ് എന്ന് പറയുന്ന ഒരു കോണിഫറസ് ട്രീയിലുണ്ടാകുന്ന ഒരു ഫലമാണ്. അത് ചൈനീസ് മെഡിസിൻസിലൊക്കെ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നതാണ്. അവയുടെ മണം ഗ്രാനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഷീ ഫീൽസ് ദ പ്രസൻസ് ഓഫ് ഹർ ഗ്രാൻഡ് സൺ മണി. അവരുടെ ഗ്രാൻഡ് സൺ ആണ് മണി. മണിയുടെ ഒരു സാന്നിധ്യം ഗ്രാൻഡ് മദറിന് ഫീൽ ചെയ്യുന്നുണ്ട്. എ ജേർണി ഓഫ് എ ഗ്രാൻഡ് മദർ ആൻഡ് എ ഗ്രാൻഡ് സൺ. ഇതൊരു മുത്തശ്ശിയും ഒരു കൊച്ചുമകനും കൂടിയുള്ള ഒരു യാത്രയാണ്. കൊച്ചുമകൻ്റെ പേരാണ് മണി. ഷീ കുഡിൻ സീ ദ റിവർ ഓർ ദ ട്രീസ്. ആ മുത്തശ്ശിക്ക് പുഴയോ മരങ്ങളോ കാണാൻ സാധിക്കുന്നില്ല. ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫസി ഹെയർ. ഫസി മീൻസ് നോട്ട് സ്മൂത്ത്. മണിയുടെ മുടി, സ്മൂത്ത് അല്ലാത്ത മുടി, അത് ഗ്രാൻഡ് മദർ ടച്ച് ചെയ്യുന്നുണ്ട്. അതാണ് മേക്ക് ഔട്ട് മണീസ് ഫസി ഹെയർ എന്ന് പറഞ്ഞാൽ മണിയുടെ തലയിൽ സ്മൂത്ത് അല്ലാത്ത മുടിയിൽ മുത്തശ്ശി തലോടുന്നുണ്ട്. ആൻഡ് സംടൈംസ് ഇസ് ബ്ലാക്ക്ബെറി ഐസ്. അവൻ്റെ കണ്ണുകൾ ബ്ലാക്ക്ബെറി പോലെ വലിയ കണ്ണുകളാണ്. ആൻഡ് ദ ഗ്ലീം ഓഫ് ദ ടീത്ത് വെൻ ഹി സ്മൈൽ. അവൻ ചിരിക്കുമ്പോൾ അവൻ്റെ പല്ലുകൾ തിളങ്ങുന്നത്, പല്ലുകളുടെ തിളക്കം. ഗ്ലീം മീൻസ് ഷൈൻ ബ്രൈറ്റ്ലി. അവൻ്റെ പല്ലുകളുടെ തിളക്കവും ഗ്രാൻഡ് മദറിന് കാണാൻ കഴിയുന്നുണ്ട്. ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്. ഗ്രാനി ഒരു ജോഡി കണ്ണടകളാണ് ധരിച്ചിരിക്കുന്നത്. ഷീ ഹാഡ് ബീൻ വിയറിംഗ് ദം ഫോർ വെൽ ഓവർ 10 years. ഷീ ഈസ് വിയറിംഗ് ദ ഗ്ലാസസ് ഫോർ മോർ ദാൻ 10 years. 10 വർഷത്തിലധികമായി ഗ്രാനി ആ കണ്ണട മാറ്റിയിട്ടില്ല. 10 വർഷത്തിൽ കൂടുതലായിട്ട് ആ ഗ്ലാസ്സുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഹർ ഐസ് ഹാഡ് ഗ്രോൺ സ്റ്റെഡ്ലി വീക്കർ. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുന്നു. ആൻഡ് ദ ഗ്ലാസസ് വെയർ നൗ സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്. സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ് മീൻസ് ഡാമേജ്ഡ്. അതുകൊണ്ട് തന്നെ ആ കണ്ണടയിൽ ചെറിയ പോറലുകളും കുത്തുകളും ഒക്കെ ഇപ്പോൾ കാണാം. സോ there was a very little she could see through them. അതുകൊണ്ട് തന്നെ ഈ പോറലും കുത്തുകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ കണ്ണാടിയിലൂടെ വളരെ കുറച്ച് കാഴ്ചകൾ മാത്രമേ ഗ്രാനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. മണി ആൻഡ് ഹിസ് ഫാദർ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ഹൈ ടൈം ഗ്രാനി ഹാഡ് ഹർ ഐസ് ടെസ്റ്റഡ് ആൻഡ് ഗോട്ട് ഹെർസെൽഫ് ന്യൂ ഗ്ലാസസ്. അതുകൊണ്ട് തന്നെ മണിക്കും മണിയുടെ അച്ഛനും ഫീൽ ചെയ്യുകയാണ് ഗ്രാൻഡ് മദറിൻ്റെ ഈ കണ്ണാടി മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഒരുപാട്
ആളിന് മുൻപേ തന്നെ ഗ്രാൻഡ് മദറിൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്ത് പുതിയ ഒരു പെയർ ഓഫ് ഗ്ലാസസ്, പുതിയ ഒരു ജോഡി കണ്ണടകൾ അവർക്ക് മേടിച്ചു കൊടുക്കേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്നു. "Well, you know, we cannot get them in the village," said Granny. Granny says that we cannot get the services of a eye hospital in our village. നമ്മുടെ ഈ വില്ലേജിൽ കണ്ണാശുപത്രി, ഐ ഹോസ്പിറ്റലിൻ്റെ സർവീസ് കിട്ടില്ല എന്ന് ഗ്രാനി പറയുകയാണ്. അപ്പോഴതിന് മറുപടിയായിട്ട് മണി പറയുന്നുണ്ട്. മണി സെഡ്, "You will have to go to the eye hospital in Mussoorie. That's the nearest town." അപ്പോഴും മണി അതിന് മറുപടിയായിട്ട് പറയുവാണ്, അടുത്ത ടൗൺ എന്ന് പറയുന്നത് മസൂരിയാണ്, അവിടെ ഒരു ഐ ഹോസ്പിറ്റലുണ്ട്, നിങ്ങൾ അവിടേക്ക് പോകണം. "But that's a 2-day journey," protested Granny. അപ്പോൾ ഗ്രാനി അതിനൊരു ഒരു സമ്മതമില്ലായ്മയിലൂടെ പറയുവാണ്, അവിടേക്കുള്ള യാത്ര 2 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണെന്ന്. ഇതിൻ്റെ ബാക്കി എക്സ്പ്ലനേഷൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.